ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടർച്ചയായി വിശ്വാസികളുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന വിനാശകാരികളായ മനോരോഗങ്ങളെക്കുറിച്ച്, മനോവൈകല്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അഹങ്കാരം, അസൂയ, ഊഹം തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടർച്ചയായി വിശദീകരിച്ചു. ഇന്ന് നമുക്ക് മനുഷ്യരെ നരകത്തിൻ്റെ അടിത്തട്ടിലെത്തിക്കും എന്ന് അള്ളാഹു താക്കീത് നൽകിയ ഒരു മനോവൈകല്യത്തെ കുറിച്ചാണ് വിശദീകരിക്കാനുള്ളത്, ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും കപടവിശ്വാസികൾ, മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. മുനാഫിഖ് എന്ന പദം നഫ്ഖ് അല്ലെങ്കിൽ നഫഖ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. നഫഖ് എന്ന് പറഞ്ഞ വാക്കിന് ഉള്ളു പൊള്ളയായത്, അതിനൊക്കെ ഇപ്പോ മാളത്തിന് പറയും, തുരങ്കത്തിന് അറബിയിൽ നഫഖ് എന്നാ പറയാ. ഉള്ളു പൊള്ളയാണോ, തുരങ്കത്തിന് നഫഖ് എന്നാ പറയാ. ആ നഫഖ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് മുനാഫിഖ് എന്ന വാക്കുണ്ടാവുന്നത്, ഉള്ളു പൊള്ളയായവൻ എന്ന്. ഉള്ളില്ലാത്ത, കാതലില്ലാത്ത, വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന, ഒരു കാറ്റ് അടിച്ചാൽ പാറിപ്പോകുന്ന, ഒന്ന് തള്ളിയാൽ മറിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഈമാനുള്ള ആളുകൾ. വിശുദ്ധ ഖുർആൻ കഅന്നഹും ഖുശുബും മുസന്നദാണ്, ചാരി വെച്ച മരത്തടി പോലെയാണ്. ഒന്ന് തള്ളിയാൽ മറിഞ്ഞു വീണു, ചെറിയൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീണു, ചെറിയൊരു ഒഴുക്കുണ്ടെങ്കിൽ ഒഴുകിപ്പോകും. കാതലില്ല, നിഫാഖ് എന്ന് പറഞ്ഞു. ആ മുനാഫിഖുകള് രണ്ട് തരത്തിലുള്ള നിഫാഖ് ഉണ്ട്. ഒന്ന് അന്നിഫാഖുൽ അക്ബർ, വലിയ നിഫാഖ്. അൽ ഖാരിജു മിനൽ മില്ലത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള നിഫാഖാണ് ഒന്ന്. തീരെ ഈമാനില്ല, പൂർണ്ണമായും വിശ്വാസം കൈയൊഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് മാത്രം ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം മുഅ്മിനായിട്ട് അഭിനയിക്കുന്ന അവസ്ഥ. വിശ്വാസിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ ഖുർആൻ അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ് സമാ, അതിൻ്റെ അടിവേര് മണ്ണിൽ ആഴ്ന്നിറങ്ങിയതാണ്, അതിൻ്റെ ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതാണ്. വിശ്വാസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. അവന്റെ അടിവേർ, നല്ല അടിവേരർച്ച, ഏത് കൊടുങ്കാറ്റ് വന്നാൽ പോലും മറിഞ്ഞു വീഴാത്ത രൂപത്തിലുള്ള ഈമാൻ ഉള്ളവൻ, അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. എന്നാൽ മുനാഫിഖ് അങ്ങനെയല്ല. അവൻ പിന്നെ ഏത് സമയത്തും ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാം, എപ്പോഴും വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കാം, അങ്ങനെയാണ്. നിഫാഖിന് അറബിയിൽ മുഖാലഫത്തുൽ ബാത്തിനി ലിൽ ലാഹിർ എന്ന, പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല ഉള്ളിലുള്ളതിന് എതിരായിട്ട് പുറത്തേക്ക് കാണിക്കുക, അതാണ് നിഫാഖ് എന്ന് പറയുന്നത്. വഫി ശറഇ, ശറഇൽ ഇൽഹാറുൽ ഖൈരി വ ഇസ്റാറു ശർർ,
പുറമേക്ക് നല്ല ഭംഗിയാക്കി കാണിക്കുക, ഉള്ളിൽ ഷെറ് വളരെ മോശമായത് ഒളിപ്പിച്ചു വെക്കുക. വയുഖാലിഫു സിർറഹു അലാനിയത്തവും, അവന്റെ രഹസ്യം പരസ്യത്തിന് പുറമേക്ക് കാണുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഉള്ളു രഹസ്യം. അതാണ് ശറഇൽ നിഫാഖ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു നിഫാഖുൽ അക്ബർ മതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിഫാഖുൽ അസ്ഗർ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളായ എൻ്റെ അടുക്കലും നിങ്ങളുടെ അടുക്കലും ഒക്കെ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള, നമ്മുടെയൊക്കെ വാക്കിലും പ്രവൃത്തിയിലും വരാൻ സാധ്യതയുള്ള നിഫാഖിനെ കുറിച്ചാണ് നിഫാഖുൽ അസ്ഗർ എന്ന് പറഞ്ഞത്. അത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, പക്ഷേ ഗുരുതരമായ പാപമാണ്. അതിൽ നിന്ന് അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. അതിന് നമ്മളിപ്പോ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിഫാഖ് വല്ലതും സംഭവിക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതാണല്ലോ, നമുക്ക് നമ്മെ കഴിവിന്റെ പരമാവധി ശുദ്ധീകരിച്ചുകൊണ്ട് ഇഹലോകത്ത് നല്ല മുഅ്മിനായി ജീവിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും നേടുക, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടുക. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും ചർച്ച ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ. പറയുന്നവരും കേൾക്കുന്നവരും ഒന്നും 100% തികഞ്ഞവരല്ല, എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ ജീവിതത്തിൽ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് വാക്കിലും പ്രവൃത്തിയിലും വല്ല കാപട്യവും സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇത്തരം വിഷയം ചർച്ച ചെയ്യുന്നത്. വലിയ നിഫാഖിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ وَإِذَا لَقُوا الَّذِينَ آمَنُوا, വിശ്വാസികളെ കണ്ടാൽ ഖാലൂ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവര് ശൈത്താന്മാരായ നേതാക്കന്മാരെടുത്തേക്കോ ആളുകൾ അനുയായികളെടുത്തേക്കോ അവർ പോകുമ്പോൾ ഖാലൂ, അവർ പറയും ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുക. അപ്പൊ ഇപ്പുറം വന്നിട്ട് നിങ്ങളാളാന്ന് പറയും, അപ്പുറം പോയിട്ട് ഞങ്ങൾ നിങ്ങളാളാന്ന് പറയും, ഞങ്ങൾ അവരെ പരിഹസിക്കുക എന്ന് പറയും. ഇതാണ് മുനാഫിഖ്, വലിയ നിഫാഖ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഇസ്ലാമിക സമൂഹത്തില് മുഹമ്മദ് നബിയുടെ ഉമ്മത്തില് ഏറ്റവും വലിയ മുനാഫിഖായിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് റഈസുൽ മുനാഫിഖുകളുടെ നേതാവായിട്ടുണ്ടായിരുന്നത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്നാണ്. ആ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂല് റസൂലിനും സഹാബത്തിനും വരുത്തി വെച്ചിരിക്കുന്ന അപകടം, പേരുദോഷം ചില്ലറയല്ല. സാധാരണ അറബിയിൽ പറയാറുണ്ട്, അൽ അസദുൽ മുഫ്തരിസു ഖൈറും മിനൽ കൽബിൽ ഖായിനി വറാഅഹു. മുമ്പിലുള്ള ഒരു ക്രൂരനായ സിംഹത്തെക്കാൾ അപകടകാരിയാണ് വഞ്ചകനായ പിന്നിലുള്ള നായ എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. അതാണ് മുനാഫിഖിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് മുനാഫിഖിന് നരകത്തിന്റെ അടിയിലെ തട്ടിലാണ് മുനാഫിഖിന് സീറ്റ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നരകത്തിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കും. നരകത്തിൽ പല നിലക്കുള്ള ശിക്ഷകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ ദിനത്തിൽ റസൂലിന് കാണിക്കപ്പെട്ട നരകത്തിലെ അവസ്ഥകളെ കുറിച്ച് പറയുന്നിടത്ത് നരകത്തിൽ ഓരോരുത്തരുടെ പ്രവർത്തനത്തിനനുസരിച്ച് വിവിധ തരത്തിലുള്ള ശിക്ഷകളുണ്ട്. അപ്പൊ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ, കാരണം മുമ്പിൽ നിൽക്കുന്ന കാഫിറിനെ, ഇസ്ലാമിന്റെ എതിരാളിയെ നമുക്ക് നേർക്കുനേരെ നേരിടാൻ പറ്റും. ആ വാക്കുകൊണ്ടും ആദർശം കൊണ്ടും ഏത് നിലക്കാണെങ്കിലും നേരിടാൻ പറ്റും. നേരെ മറിച്ച് ഉള്ളിൽ നിന്ന് കുത്തുന്ന ആളെ അങ്ങനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് അവരാണ് നരകത്തിന്റെ അടിയിലെ തട്ടിൽ. അതിന് മുകളിലാണ് മറ്റൊരു സത്യശേരികൾ. അടിയിലത്തെ തട്ടിൽ മുനാഫിഖുകളാണ്. ഇയാള് ഒന്ന് ഉഹദ് യുദ്ധത്തില് 1000-ഓളം ആളുകളെയായി ഉഹദ് യുദ്ധത്തില് റസൂലുള്ളാഹി പോയി. എന്നിട്ട് ആ വഴിയിൽ വെച്ചിട്ട് നമ്മളെ ആൾക്കാരോട്, നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരോട് പോരാട്ടം നടത്താൻ പോകുന്നത് അള്ളാഹു എന്നൊക്കെ അങ്ങനെ പലതും പറഞ്ഞിട്ട് ഇയാൾ ഒരു 300-ഓളം ആളുകളെ ഇയാൾ പിന്തിരിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ റസൂലുള്ളാഹിന്റെ ആളുകൾ അല്ലെങ്കിൽ വിശ്വാസി ആളായിട്ട് തന്നെ കൂടെ കൂടിയതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഊഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഈ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിന് നേതൃത്വം വഹിച്ച ആള് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന് വരുത്തി വെച്ച അപമാനം, ഇസ്ലാമിക സമൂഹത്തിന് വരുത്തി വെച്ച നാശം വളരെ വലുതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലും അയാൾ അനുയായികളും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ എന്ന് ആയത്ത് ഇറങ്ങാനുള്ള കാരണം, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ള എന്ന പേര്, അവൻ നല്ല മുസ്ലിമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ പിതാവ് മരണപ്പെട്ടപ്പോ അബ്ദുള്ള വന്നിട്ട് പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ എല്ലാവരെയും വിശ്വാസിയായിട്ടാണ്, ഞാൻ മുഅ്മിന എന്ന് പറയുന്നവരൊക്കെ മുഅ്മിനായിട്ടാണ് റസൂലിന്റെ കൂട്ടിയെ. അങ്ങനെ റസൂൽ പോയിട്ട് നിസ്കരിച്ചു, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ നിസ്കരിച്ചു. എന്ന് ആ വിഷയത്തിലാണ് അല്ലാഹു വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. ആ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് എതിര് പ്രവർത്തിക്കുന്ന ഇത്തരം മുനാഫിക്കുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി ഒരിക്കലും നിസ്കരിക്കരുത്. വലാ തഖും അലാ ഖബരിഹി, അവന്റെ ഖബറിൽ നിൽക്കുകയും ചെയ്യരുത്. അത്തരക്കാരുടെ ഇന്നഹും കഫറു ബില്ലാഹി വ റസൂലി, അവർ അല്ലാഹുവിലും റസൂലിലും നിഷേധിച്ചവരാണ്. വമാതു വഹും ഫാസിഖൂൻ, അധർമ്മകാരികളായിക്കൊണ്ട് മരിച്ചു പോയവരാണ് അവർ എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് എന്തിനാണ് ഇങ്ങനെ കാപട്യം കാണിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആളുകൾ ദേശീയ മുസ്ലിമുകളായിട്ട് അറിയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെ? വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്ന ചില പെണ്ണുങ്ങളും ആളുകളൊക്കെ ഉണ്ട്. മുസ്ലിം സമൂഹത്തില് മുസ്ലിമുകളായിട്ട് അറിയപ്പെടുകയും അപ്പുറം പോയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും കൂടിക്കൊടുക്കുകയും പർദ്ദ ഇട്ടിട്ട് ശ്രീകൃഷ്ണന്റെ വേഷം മക്കളെ കൊണ്ട് കെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് അത് വിൽപ്പന, പർദ്ദയും മഫ്തയിട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് അത് വിൽപ്പന നടത്തുന്നുണ്ട്. ഒരാള് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കാതെ വിൽപ്പന നടത്തുന്നത് വലിയ ചർച്ചയൊന്നും ആവില്ല. നേരെ മറിച്ച് ഒരു പർദ്ദയും മഫ്തയിട്ട പെണ്ണാകുമ്പോൾ അത് വലിയൊരു വിഷയമാവും, ചർച്ചയാവും. അത് ഇസ്ലാം, അതൊക്കെ മുസ്ലിമീങ്ങളും ചെയ്യുന്നതാണ് എന്ന് വരും, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കും പറ്റുന്നതാണ് എന്ന് വരും. അപ്പം തന്റെ ഇസ്ലാമിക് ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ അപമാനിക്കാം. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടില്ലേ, ഇവര് അവലിന്റെ പൊതിയായിട്ടും നൈവേദ്യങ്ങളും പൂജാ വസ്തുക്കളായിട്ട് അമ്പലത്തിന്റെ നടക്കൽ പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്ന് വെച്ചാല് ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾക്ക്, ഇപ്പൊ പണത്തിന് വേണ്ടി, അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി, ഇതൊക്കെയാണ് ഇത്തരം ആളുകൾ ശരിക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരായിട്ട്, ഇസ്ലാമിക സമൂഹത്തിനെ നശിപ്പിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോ പർദ്ദയും മഫ്തയിട്ട ഒരു സ്ത്രീ ശ്രീകൃഷ്ണന്റെ വേഷം ധരിപ്പിച്ചിട്ട് ശ്രീകൃഷ്ണ ജയന്തിയിൽ ആ ശോഭയാത്രയിൽ അണിനിരത്തിച്ചാൽ അവിടെ ഇത് ഇസ്ലാമിക സമൂഹത്തിന് അതിന് കുഴപ്പമൊന്നുമില്ല, വലിയ സൗഹാർദ്ദത്തിന്റെ ആളുകളാണ് ഞങ്ങള് എന്ന് വരുത്തി തീർക്കുകയും ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുകയും ചെയ്യാം. അതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വലിയ അപകടം വരുത്തും. ഇസ്ലാമിന് കൃത്യമായ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ കൃത്യമായി നിലനിൽക്കുക. മനുഷ്യ സാഹോദര്യം ഇസ്ലാം അനുവദിച്ചു, മത സാഹോദര്യം അനുവദിച്ചു, എന്നാൽ മത സമന്വയം അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പള്ളിയിൽ നിങ്ങളും വരിക, നിങ്ങളെ അമ്പലത്തിൽ ഞങ്ങളും വരിക, ഞങ്ങളെ ഉത്സവത്തിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, നിങ്ങളുടെ ഉത്സവം ഞങ്ങളും ഏറ്റെടുത്ത് നടത്തുക, അങ്ങനെ ഒരു മതസമന്വയം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് അള്ളാന്റെ ദീനായിട്ട് എന്നെ വേർതിരിഞ്ഞ് നിൽക്കണം. എന്നാൽ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുമായിട്ടും സഹകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും സഹകരിക്കാം. ഇവിടെ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ പണിയെടുത്തുകൊണ്ട് ഇസ്ലാമിക് ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ അപമാനിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെയും മതേതര മുസ്ലിമീങ്ങളെയും ഒക്കെ നമുക്ക് വ്യാപകമായിട്ട് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നു. അത് യഥാർത്ഥത്തിൽ അല്ലാഹു ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് വരിക, നരകത്തിന്റെ അടിത്തട്ടിൽ. കാരണം ഇസ്ലാമിക സമൂഹത്തെ മറ്റുള്ളവരും തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിന് തടയിടുന്നവരാണ് ഇത്തരം ആളുകൾ.
അതായത് യസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന് പല സ്ഥലത്ത് ഖുർആനിൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തടയുന്നു ആളുകളെ എന്ന്. ഖുർആനിൽ സൂറത്ത് അൽബക്കറയിൽ, അൽബക്കറ പാരായണം ചെയ്യുന്നവന് വീട്ടിലെ ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അൽബക്കറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشكرون. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്. അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അത് അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അതിങ്ങനെ ഓതുമ്പോൾ എനിക്കും ഉങ്ങൾക്കും തോന്നണം ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടോന്നും. അതിനാണ് ആ ശൈലി അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ടാവുക. വമിനന്നാസ്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അപ്പോൾ അവർ പറയും ആമന്നാബില്ലാ വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. അള്ളാഹ് പറയാം വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞെടുത്ത് നിൽക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത് നിൽക്കും. അവർ വിശ്വാസികളല്ല. എന്നിട്ട് അള്ളാഹ് പറയാ യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാണ്, വിശ്വാസികളെയും വഞ്ചിക്കാണ്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ മുമ്പിൽ വന്നിട്ട് വിശ്വാസികളുടെ എല്ലാ സ്നേഹവും അംഗീകാരവും പിടിച്ചു പറ്റുക, എന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവന്റെ ആളായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അവര് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഭയങ്കര സമർത്ഥന്മാരാണെന്നാണ്. കാരണം രണ്ട് സമൂഹത്തെയും പറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടി, ഭൗതിക നേട്ടത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി രണ്ട് സമൂഹത്തെ ഒരുപോലെ പറ്റിക്കാൻ പറ്റുന്ന നല്ല സമർത്ഥന്മാരാണ് ഞങ്ങൾ എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അത് അള്ളാഹ് പറഞ്ഞു, ഒന്നവര് ഈമാൻ ഉണ്ട് എന്ന് വാദിക്കുന്നു. അതായത് ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനും അന്ത്യദിനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. മഹാനായ ഉമർ മൗലവി പറയാറുണ്ട് ചില ആളുകളെ കുറിച്ച്, മുസ്ലിം ആയിട്ടിട്ട് ജീവിക്കുകയില്ല എന്നാ കാഫിറാന്ന് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. ശുദ്ധ മുനാഫിക്കാണ്. ഒന്നുകിൽ മുസ്ലിം ആയിട്ട് ജീവിക്കാം, മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ മുസ്ലിമായി ജീവിക്കാം, അല്ലെങ്കിൽ കാഫിറാണെന്ന് സമ്മതിക്കാം. ഇത് രണ്ടും ചെയ്യാതെ കുറെ മനുഷ്യന്മാർ ഇക്കോലത്തിൽ കുറെ സമൂഹത്തിലുണ്ട്. അവര് രണ്ട് സമൂഹത്തെയും പറ്റിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും റസൂലിനെയും പറ്റിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. ആത്മവഞ്ചനയാണ് അവർ നടത്തുന്നത്. കാരണം ഇവര് ഉള്ളില് വിശ്വാസം ഇല്ലാതെ ഞങ്ങൾ പുറത്തേക്ക് മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു എന്നതുകൊണ്ട് അവരുടെ ഉള്ളറിയുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് തന്നെ അവര് അള്ളാഹുവിന്റെ യാതൊരു പരിഗണനയ്ക്കും അർഹരല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ നേടുന്നവരാണ് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹ് പറയുന്നത് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. വമാ യശൂറൂൻ, അവരത് അറിയുന്നില്ല. അവര് വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര സമർത്ഥന്മാരാണ്. അത് അള്ളാഹ് പറയാം. എന്നിട്ട് അള്ളാഹ് പറയാം ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. എന്താ രോഗം? ദുനിയാവിനോടുള്ള ആർത്തി. ദുനിയാവ് കിട്ടാൻ വേണ്ടിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ആണെങ്കിലും മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ മുസ്ലിമാന്ന് പറയുകയും അപ്പുറം പോയിട്ട് ഞങ്ങൾ പോലെ പറ്റിക്കാൻ, അവരെ പരിഹസിക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടത്തിലാന്ന് പറയുകയും ചെയ്ത് എന്തിനാ? ദുനിയാവ് കിട്ടാൻ വേണ്ടി. അപ്പൊ ദുനിയാവിനോടുള്ള ആർത്തിയാണ് അവരുടെ മനസ്സിലുള്ള രോഗം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള, അവരുടെ രോഗം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ, അവർ പ്രവർത്തിക്കുന്നതിനാൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. കാരണം ഇതൊക്കെ അങ്ങേയറ്റത്തെ കാപട്യാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹവും നൽകിയിട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിച്ചിട്ട് അള്ളാനെ പറ്റിക്കാം, വിശ്വാസികളെ പറ്റിക്കുക, അങ്ങനെ കാപട്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ശരിക്കും അള്ളാഹ് പറയാ അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അതിന് അർഹരാണ് അവർ എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു അവർക്കൊരു വാദമുണ്ട്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഇങ്ങനെ കാപട്യം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെട്ടാൽ ആലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മ വരുത്തുന്നവരാണ് എന്ന് അവർ പറയാം. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ മുസ്ലിമായിട്ട് അറിയപ്പെടുകയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അവരോടൊപ്പം അമ്പലത്തിൽ പോകുന്നതും അവരോടൊപ്പം കാര്യങ്ങളിൽ ചേരുന്നതും ഒക്കെ എന്തിനാ? ഈ സൗഹാർദ്ദത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ്.
സമൂഹത്തിന്റെ നന്മയും ഐക്യവും ഉദ്ദേശിച്ചു. അതാ ഇതാ കീലലഹും, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് റബ്ബ് അവന്റെ ഖുർആനിൽ പറയുന്നത് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ സമൂഹത്തിന് അവതരിച്ച ആയത്താന്ന് തോന്നുന്നു നമുക്ക്. അത്രക്ക് അല്ലാഹ് പറയാം, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി. ഇസ്ലാമിക സമൂഹം കൃത്യമായ ആദർശമുള്ള, കൃത്യമായ വിശ്വാസാചാരങ്ങളുള്ള റബ്ബിന്റെ മതം, ആ മതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ട ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നവർ പറയും. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്കുറൂൻ. പക്ഷെ അവർ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ ആളുകളെ തടയും. കാരണം അവരെ കണ്ട് അവർ ഇസ്ലാമിക സമൂഹം പേര് അറബി പേരായിരിക്കും, വേഷം മുസ്ലിമിന്റെ വേഷമായിരിക്കും. അപ്പൊ അവരെ കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിക്കും, ഇസ്ലാമിലേക്ക് കടന്നു വരും. യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കുന്നത് ഒരവസ്ഥയില്ലാതാകും. അതുകൊണ്ടാണ് യസുദ്ദൂന അൻ സബീലില്ലാ എന്ന് ആവർത്തിച്ച് അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഖുർആനില് മറ്റൊരു വിശേഷണം ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. ഇന്നൽ മുനാഫിഖീൻ, തീർച്ചയായും കപട വിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ, അല്ലാഹുവിനെ അവർ വഞ്ചിക്കുന്നു, വഹുവ ഖാദിഉഹും, എന്നാൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നിസ്കരിക്കാൻ നിന്ന മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കുക. യുറാഊന അന്നാസ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ ഓർക്കുന്നില്ല. മുദ്ബിദീന ബൈന ദാലിക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരാണ്. ഒന്നുകിൽ അവിടെ നിൽക്കുക, കാഫിർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാഫിറാന്നിട്ട് സമ്മതിക്കുകയില്ല, മുസ്ലിമായിട്ട് ജീവിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. ആ രൂപത്തിൽ മുദ്ബിദീന ബൈന ദാലിക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരാ. ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി, അക്കൂട്ടത്തിലും അല്ല ഇക്കൂട്ടത്തിലും അല്ല. നമ്മൾ നാടൻ ഭാഷയെ പണ്ടൊക്കെ പറയാറുണ്ട്, പോയി അയലൊക്കെ കയറിയ പോലെ എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ആൾക്കാരെ പറ്റി ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അള്ളാഹ് പറയാ, ആരെ അള്ളാഹു ലലാലത്തിലാക്കിയോ അവന് നേർമാർഗം പ്രാപിക്കാൻ ഒരു വഴിയുമില്ല എന്ന് അള്ളാഹ് പറയാം. ഇവിടെ നോക്കി നിങ്ങൾ, ഒന്ന് കാമു കുസാലാണ്, മടിയന്മാരായിക്കൊണ്ട് നിൽക്കുക. കാരണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്തിന്, ഇപ്പൊ മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇബാദത്തിൽ യാതൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല എന്നാണ്. ഒരു ഇബാദത്തിൽ അവർക്ക് യാതൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ഇബാദത്തിൽ ആത്മാർത്ഥത ഉണ്ടാവും എപ്പോഴാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മ ഉണ്ടാകുമ്പോഴാണ്. എന്നെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ മനസ്സും ശരീരവും കീഴ്പ്പെടുത്തുന്നു. അത് എനിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ട് അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പകരം എൻ്റെ മനസ്സും ശരീരവും റബ്ബെ ഞാൻ നിന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ വിനീത വിധേയനായി ജീവിക്കാൻ മാത്രം അത് പ്രകടിപ്പിക്കുന്നത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള ഒരു മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നിസ്കരിക്കുക. അത് ആര് കണ്ടാലും, കാണാനുണ്ടെങ്കിലും കാണാനില്ലെങ്കിലും ശരി, അതാ യുറാഊന അന്നാസ് എന്ന് പറഞ്ഞത്, അവരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. റബ്ബിനെ കുറിച്ചുള്ള ബോധമുള്ള ഒരാള്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ രൂഢമൂലമായിട്ടുള്ള ഒരാള്, ആര് കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിൽ ശരി, എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള ബാധ്യത ഞാൻ നിർവഹിക്കും, ആ നിലക്ക് ചിന്തിക്കുന്നവരായിരിക്കും. മറ്റേതെന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത്, എനിക്ക് പള്ളിയിൽ ഉത്തരവാദിത്തമുണ്ട്, ബാങ്കിന്റെ ഉത്തരവാദിത്തമുണ്ട്, ഇമാമത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പള്ളിയിൽ ബാങ്കിന്റെ ഇമാമത്തിന്റെ ഉത്തരവാദിത്തമുള്ളപ്പോൾ മാത്രം കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ശമ്പളത്തിന് വേണ്ടിയാണ്. നേരെ മറിച്ച് ആ ഉത്തരവാദിത്തം ഇല്ലാത്തപ്പോൾ കഴിവിന്റെ പരമാവധി ഞാൻ പള്ളിയിൽ പോവുകയും ജമാഅത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഈ ഉത്തരവാദിത്തം ഉള്ളപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് റബ്ബിനെ പേടിച്ചിട്ടല്ല, അത് ശമ്പളത്തിന് വേണ്ടിയാ. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മള് മുദീർ സ്ഥലത്തുണ്ടാകുമ്പോ, ഒരു സ്ഥാപനത്തിന്റെ മാനേജർ സ്ഥലത്തുണ്ടാകുമ്പോ കൃത്യമായിട്ട് ഈ പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വിഭാഗത്തെടുക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടല്ല. അപ്പം അത്യുന്നതനായ റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്ന ആളുകൾ ആര് കണ്ടാലും ശരി, ആരും കാണുന്നില്ലെങ്കിലും ശരി, അവനവന്റെ ഇബാദത്ത്, റബ്ബിനോടുള്ള ബാധ്യത അവൻ നിർവഹിക്കുന്നവനായിരിക്കും. അതാണ് ഇവിടെ മുനാഫിക്കുകളുടെ സ്വഭാവം പറഞ്ഞപ്പോ, ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, മടിയന്മാരായിക്കൊണ്ട്, അലസന്മാരായിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കും. യുറാഊന അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടി, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ ഓർക്കുന്നില്ല. അള്ളാഹുവിന് ശരിയായ ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സംഭവിക്കൂലല്ലോ. അപ്പൊ അള്ളാഹുവിന് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച
എൻ്റെ റബ്ബ് എന്നെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ എല്ലാ കർമ്മങ്ങളും അറിയുന്ന പടച്ച റബ്ബ് ആണ് എൻ്റെ റബ്ബ് എന്ന് ബോധമുള്ളവൻ ഏത് സമയത്താണെങ്കിലും അവന്റെ ബാധ്യത കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സ് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി തന്നെ അത് നിർവഹിക്കും. ഒരു ഭാരമായിട്ട് അവനത് തോന്നൂല, ഒരു ഭാരമായിട്ട് തോന്നൂല. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഭാരമായിട്ട് തോന്നുക. സമയമായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കണ്ട കേട്ടോ, സമയമായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ബാങ്ക് കേട്ടു, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ സൗകര്യമല്ല, നിസ്കരിച്ചിട്ടില്ലല്ലോ, ആ ഒരു അസ്വസ്ഥത നമ്മളെ മനസ്സിലുണ്ടോ? എങ്കിലും നമ്മളെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ട്. അത് അള്ളാഹ് പറഞ്ഞില്ലേ, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചിന്ത ഉണ്ടാവും. പക്ഷേ നിസ്കരിച്ചില്ലല്ലോ, അള്ളാഹിനോടുള്ള ബാധ്യത നിർവഹിച്ചില്ലല്ലോ, ഈ ചിന്ത ഉണ്ടാവും. ഇനി അതല്ല, നമ്മൾ മറ്റ് വല്ല താല്പര്യത്തിനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലോ അത് ആ താല്പര്യം നിർവഹിക്കപ്പെട്ടു പരലോകത്തേക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ മുനാഫിഖുകളുടെ ഇബാദത്തിൽ യാതൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ഖുർആൻ പറയുന്നു, അവർ മടിയന്മാരായിക്കൊണ്ടല്ലാതെ നമസ്കാരം നിർവഹിക്കില്ല. ഇനി അവർ വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ വെറുപ്പ് കുടുങ്ങിയിട്ട് മറ്റോനെ ഇടങ്ങാറാക്കിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച്, അല്ലെങ്കിൽ ആ വലിയ സ്ഥാനത്തും പദവിയുള്ള ആൾക്കാർ അവരൊക്കെ വന്ന് ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാതൊക്കെ അങ്ങനെ വിഷമത്തോടു കൂടിയാണ് കൊടുത്തതാ. വലാ യുൻഫിഖൂന, അവർ ചെലവഴിക്കുകയില്ല. ഇല്ലാ വഹും കാരിഹൂൻ, മനസ്സിന് ഭയങ്കര വിശപ്പും വെറുപ്പും വിഷമത്തോടു കൂടി അല്ലാതെ അവർ ചെലവഴിക്കൂല. ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഈമാനുള്ള ആൾക്കാർക്ക് അതല്ല കേട്ടോ, ഈമാനുള്ള ആൾക്കാർക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാവില്ല. അവർ എല്ലാവരും ഉള്ളതിനനുസരിച്ച്, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നല്ല വാക്ക്, ഇപ്പൊ വിഷമത്തിലാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരാൾ സഹായം ചോദിച്ചാൽ ഇപ്പൊ ഞാൻ കുറച്ച് വിഷമത്തിലാണ്, ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ ചെയ്യാം എന്ന് പറയാം. അത് നല്ല വാക്ക് പറയാം. ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. അപ്പം പിന്നെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായ താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നവരായി തീരുക എന്നാണ്. അതുപോലെ തന്നെ മുനാഫിഖുകളുടെ സ്വഭാവം അള്ളാഹു മറ്റൊന്ന് ഖുർആനിൽ പറയുന്നത്, ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ് ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. ഇത്തഖദൂ, അവർ സ്വീകരിച്ചു, അയ്മാനഹും, അവരുടെ സത്യങ്ങളെ, ജുന്നതൻ, ഒരു പരിചയമായിട്ട്. വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്നൊക്കെ പറയും. അള്ളാണ് സത്യം. ഇവന്റെ മനസ്സിലുള്ള കളവിനെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത്തഖദു അയ്മാനഹും ജുന്നത്തൻ, അവരുടെ പിന്നെ സത്യത്തെ അവരൊരു പരിചയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഫസദ്ദു അൻ സബീലില്ല, അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പം സത്യം, അള്ളാണ് സത്യം. അങ്ങനെ ഖുർആൻ തന്നെ പറയുന്നത്, വലാ തുത്തിഉ ഹല്ലാഫിൻ മഹീൻ. അങ്ങേ എപ്പോഴും ധാരാളമായി സത്യമായിട്ട് പറയുന്ന ആൾക്കാരെ നിങ്ങൾ അനുസരിക്കരുത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീചന്മാരായ ആളുകളെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എപ്പോഴും അല്ലാഹി വല്ലാഹി, എന്ത് കള പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും അല്ലാഹി വല്ലാഹി എന്നറിയും. അങ്ങനെ വല്ലാതെ സത്യം ചെയ്ത് പറയുന്ന ആൾക്കാരെ നിങ്ങൾ അനുസരിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ സൂറത്ത് അൽ-ബഖറയിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ചില മനുഷ്യന്മാരെ ഇങ്ങനെ കാണുമ്പോൾ ഈ പിന്നെ ചില ബ്രോക്കർ പണിയൊക്കെ എടുക്കുന്ന ആളുകളിൽ വല്ലാതെ ഈ സ്വഭാവം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലവരുണ്ടാവും, ഇല്ലാതില്ല, നല്ല ആളുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഇത്തരം സ്വഭാവം ഞാൻ കണ്ടിട്ടുള്ളത് പലരും അവരിലാണ്. അതാ അങ്ങനെ പറയാൻ കാരണം. അവർ അള്ളാഹ് പറഞ്ഞു നോക്കിയോ, വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയാ വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. അള്ളാഹ് പറഞ്ഞത് മുനാഫിഖുകളുടെ സ്വഭാവമായിട്ട് അള്ളാഹ് പറഞ്ഞത്. വമിനന്നാസ്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകൾ മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ്, ഞാൻ വാക്ക് കേട്ടാൽ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്നാണ്. അവരുടെ വാക്ക് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവന്റെ മനസ്സിലുള്ള സത്യം അവനറിയാം. പക്ഷെ അവൻ പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി അവൻ അള്ളാനെ സാക്ഷി നിർത്തി പറയും. വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവന്റെ മനസ്സിലുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി ഇവൻ
പിന്നെ അള്ളാനെ സാക്ഷി നിർത്തി പറയും വഹുവ അലബ്ദുൽ ഹിസാം, കൊടിയ താർക്കികനാകുന്നു അവൻ എന്ന്. അപ്പം പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വാഹനത്തിൻ്റെതായാലും സ്ഥലത്തിൻ്റെതായാലും നമുക്ക് ഒരാൾക്ക് ഒരു സ്ഥലം വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം വിൽക്കാനുണ്ട്, അത് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക, അതൊക്കെ പുണ്യകരമായ കാര്യം തന്നെയാണ്. അവർ വല്ലതും തൃപ്തിപ്പെട്ടത് തന്നാ വാങ്ങുക, അതൊക്കെ ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ അതിൻ്റെ ന്യൂനതകളൊക്കെ കൃത്യമായിട്ട് അറിയാം, എന്നിട്ടും ഇവന് ലാഭം കിട്ടാൻ വേണ്ടി അതിലെ ഇല്ലാത്ത ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ അങ്ങോട്ട് തള്ളിയിടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ നിഫാഖിന്റെ സ്വഭാവമാണ്. മുഅ്മിന് പറ്റിയ സ്വഭാവമല്ല. ഖുർആന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അൽസിനത്തുഹും അഹ്ലാ മിനസ്സുക്കർ. എന്താ വാക്ക് നോക്കി നിങ്ങൾ, അൽസിനത്തുഹും അഹ്ലാ മിനസ്സുക്കർ. അവരുടെ നാവ് പഞ്ചസാരയേക്കാൾ മധുരമുള്ള നാവാണ്. വഖുലൂബുഹും ഖുലൂബുദ്ദിആബ്, ഹൃദയം ചെന്നായയുടെ ഹൃദയമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ആയാൽ റബ്ബിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കണം. വസ്തുവിനില്ലാത്ത ന്യൂനത ഉണ്ട് എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുനാഫിഖിന്റെ മറ്റൊരു സ്വഭാവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുൽ വജ്ഹൈനി ആയിരിക്കും അവൻ. ദുൽ വജ്ഹൈനി, ആ സ്വഭാവം നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മളടുത്ത് നിഫാഖുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞാൽ ഒരാളടുത്ത് ഒരു മുഖം കാണിക്കുക, മറ്റൊരാളടുത്തും ഒരു മുഖം കാണിക്കുക. നമുക്ക് വല്ല കാര്യങ്ങളോട് അനിഷ്ടം ഉണ്ടെങ്കിൽ ആ അനിഷ്ടം തുറന്ന് കാണിക്കുക, അല്ലാതെ അവിടെ പോയിട്ട് ഓന്റെ ആളാകുക, അവന്റെ പോയിട്ട് അവന്റെ ആളാകുക, ആ ഒരു സ്വഭാവം മുഅ്മിന് പറ്റിയതല്ല. അത് ഞാൻ പറഞ്ഞ നരകത്തിൽ പല നിലക്കുള്ള ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ കാന ദുൽ വജ്ഹൈനി കാന ലഹു ലിസാനം മിനൻ നാർ. ആ മുഅ്മിന്റെ അടുത്ത് അങ്ങനെ ഒരു സ്വഭാവം വരികയാണെങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? മൻ കാന ദുൽ വജ്ഹൈനി, ഒരു ഇരുമുഖ സമീപനം സ്വീകരിക്കുന്ന ആളാണെങ്കിൽ കാന ലഹു ലിസാനം മിനൻ നാർ, നരകത്തിൽ നിന്നുള്ളൊരു തീ കൊണ്ടുള്ള നാവുണ്ടാവുന്ന ശിക്ഷ പല രൂപത്തിലാണ്. നമുക്കറിയാലോ, അബൂ താലിബിന്റെ ശിക്ഷ 2 ചെരുപ്പാണ്, തീ കൊണ്ടുള്ള 2 മെതിയടിയാണ്. അത് ധരിച്ചാൽ തലച്ചോറ് വരെ പതയ്ക്കും എന്നറിയില്ല. റസൂലുള്ളാഹിയെ മരണം വരെ സംരക്ഷിച്ച അബൂ താലിബിന് അതൊരു ശിക്ഷയുടെ രൂപമാണ് നരകത്തിലുള്ള. അതുപോലുള്ള ഒരു ശിക്ഷയുടെ രൂപമാണ് ആളുകൾ ഈ നമ്മൾ മനസ്സിലുള്ളതിന് എതിരായിട്ട് ഒരാളെടുത്ത് പോയിട്ട് ഒരു മുഖം കാണിക്കുക, മറ്റൊരാളെടുത്ത് പോയിട്ട് വേറൊരു മുഖം കാണിക്കുക, എന്നിട്ട് രണ്ടാളുകൾ തമ്മിൽ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവനവന്റെ കാര്യം നേടുകയോ ചെയ്യുക. അത്തരത്തിലുള്ള ഇരുമുഖ സമീപനം സ്വീകരിക്കുന്ന ആൾക്ക് നാളെ പരലോകത്ത് നരകത്തീ കൊണ്ടുള്ള നാവാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അപ്പം മുനാഫിഖ്, അതും നിഫാഖ് ഉള്ള ആളുകളുടെ സ്വഭാവം തന്നെയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയാ സഹാബികളോട്, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, ചില വിഷയങ്ങളിലൊക്കെ തർക്കവുമായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരും. വലഅല്ല ബഅദക്കും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദി, നിങ്ങൾ ചില ആൾക്കാർ വളരെ വാചാലമായിട്ട് വാക്ക് സാമർത്ഥ്യമുള്ള പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ഫഅഖ്ലി ലഹു മിമ്മാ അസ്മഉ, ഞാൻ അവൻ പറഞ്ഞു കേട്ടതിനനുസരിച്ച് ബാഹ്യത്തിനനുസരിച്ച് ഞാൻ അവൻ വിധി നടപ്പിലാക്കും. ഫമൻ ഖളൈതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅൻ, അങ്ങനെ ഒരാളുടെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് അനർഹമായത് വല്ലതും എൻ്റെ അടുക്കൽ നിന്ന് മറ്റൊരുത്തന്റെ അവകാശം പറഞ്ഞു നേടിയിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണവുമായി കൊണ്ടാകുന്നു എൻ്റെ അടുക്കൽ നിന്ന് പോകുന്നത് എന്ന്. ഈ ഹദീസിൽ ഒരുപാട് കാര്യം പഠിക്കാൻ നമുക്ക്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നവർന്നാണ് നമ്മളെ ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയല്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി പറയാ, നിങ്ങൾ രണ്ടാൾക്ക് എൻ്റെ അടുക്കൽ തർക്കിച്ച് വന്നിട്ട് വല്ലാതെ വാക്ക് സാമർത്ഥ്യമുള്ളോ അനർഹമായത് വല്ലതും നേടിപ്പോയാൽ അവൻ നിന്റെ അടുത്ത് നേടിപ്പോകുന്നത് നരകത്തിന്റെ ഒരു കഷ്ണമാണ്. ഇവരൊക്കെ മനസ്സിലുള്ളത് എനിക്കും അറിയാൻ പറ്റൂല, നിങ്ങൾ എന്നോട് എന്താണോ പറയുന്നത് അതേ എനിക്കറിയില്ല. മനസ്സിലുള്ളത് അള്ളാഹ് അറിയൂ, റസൂൽ അറിയൂ. എപ്പോ അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലേ റസൂൽ അറിയില്ല.
വഹി മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രം റസൂൽ അറിയും. അങ്ങനെ പലതും ഈ മുനാഫിക്കുകളുടെ അവസ്ഥകളൊക്കെ റസൂലുള്ളാഹിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഹദീസ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ചില ആളുകൾ വാക്ക് സാമർത്ഥ്യം കൊണ്ട് അനർഹമായത് നേടുന്നൊരവസ്ഥ ഉണ്ടാകും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതും അർഹമല്ല. കാരണം അവൻ നരകത്തിന്റെ കഷ്ണമാണ് മുറിച്ച് വാങ്ങി കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെ മുനാഫിക്കുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിഫാഖുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസികളായിട്ടുള്ള, നിഫാഖുൽ അക്ബർ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന നരകം ഉറപ്പാകുന്ന കാര്യമാണ്. നിഫാഖുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, പക്ഷെ അവൻ ചെയ്യുന്നത് വലിയ പാപമാണ്. അവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ കിട്ടുന്ന പാപമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മൻ കുന്ന ഫീഹി, 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസ, അവൻ ഖാലിസായ ശുദ്ധ മുനാഫിഖാണ്. 4 കാര്യം, പേരോണ്ട് മുഅ്മിനാണെങ്കിൽ പോലും ശുദ്ധ മുനാഫിഖാണ്. 4 കാര്യം ഉണ്ടെങ്കിൽ, ഒന്ന് വമൻ കാനത്ത് ഫീഹി ഹസ്ലത്തുൻ മിൻഹുന്ന കാനത്ത് ഫീഹി ഹസ്ലത്തുൻ മിൻ നിഫാഖ്, ആ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നൊരാളുടെ നിഫാഖിന്റെ സ്വഭാവമുള്ളവനാണ്. ഹത്താ യദഅഹ, അത് ഒഴിവാക്കുന്നത് വരെ. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയാം, ഇദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ വഞ്ചന കാണിക്കുക, ചതിക്കുക. ഇദാ വഅദ അഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. തമ്മിൽ തെറ്റിയ തെറി പറയുക. 4 മുനാഫിഖിന്റെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നറിയ തോന്നിയവാസം വിളിച്ച് പറയാതിരിക്കുക. നമ്മളെത്തൊക്കെ മനുഷ്യർ എന്നുള്ളത് നമ്മളെത്തൊക്കെ ദേഷ്യം വരുമ്പോൾ സംഭവിച്ചു പോകാൻ സാധ്യതകളാണ്. റസൂലുള്ള മുനാഫിഖിന്റെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ വൈദൽത്തുമിന ഖാന എന്നും കൂടി ഉണ്ട്, വിശ്വസിച്ചാൽ ചതിക്കുമെന്ന്, വിശ്വസിച്ചാൽ ചതിക്കുക. അപ്പം ഇത് സംസാരിച്ചാൽ കളവ് പറയുക, കരാർ ചെയ്താൽ ലംഘിക്കുക, വാഗ്ദത്തം ചെയ്താൽ പാലിക്കാതിരിക്കുക, അതുപോലെ തന്നെ തമ്മിൽ തെറ്റിയാൽ തെറി പറയുക. ഇത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിൽ നിഫാഖ് ഉണ്ട്, അവൻ അത് ഒഴിവാക്കുന്നത് വരെ എന്ന് പറയുന്നത്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോവാൻ സാധ്യതയുള്ള ഇത്തരം കാര്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം പറയുന്നത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസില്, ഇത് ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ട, ഇന്ന അഫ്ദല സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖ് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം സ്വലാത്തുൽ ഇശാ നിസ്കാരവും സ്വലാത്തുൽ ഫജ്ർ നിസ്കാരമാണ്. കപട വിശ്വാസികളുടെ മേൽ ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഇശാ നമസ്കാരവും സുബഹി നിസ്കാരവുമാകുന്നു. വലൗ യഅലമൂന മാ ഫീഹിമാ, ആ 2 നിസ്കാരത്തിന്റെ മഹത്വം അവരറിഞ്ഞിരുന്നുവെങ്കിൽ വലൗ ഹബുവൻ, നിരങ്ങിക്കൊണ്ടാണെങ്കിലും അവൻ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. നിരങ്ങിക്കൊണ്ടെങ്കിലും അവൻ പള്ളിയിലെത്തുമായി, ആ നിസ്കാരത്തിന്റെ മഹത്വം അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന്. അപ്പൊ അവിടെ നിഫാഖ് ഉള്ളവന് ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ് സുബഹി നിസ്കാരവും ഇശാ നമസ്കാരവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുക്കൽ അതില്ലാതിരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. ഇനി ഇത്തരം നിഫാഖ് ഉണ്ടായാൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടവും നാശവും എന്തൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന, നിഫാഖ് ഉണ്ടെങ്കിൽ നമ്മളെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി, ഒരു ഫലം ഉണ്ടാവില്ല ചെയ്ത കർമ്മത്തിന്. ഖുർആൻ തന്നെ പറയാം, ഖുൽ അൻഫിഖൂ തൗഅൻ ഔ കർഹാ ലൻ യുതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ. ഖുൽ, നബിയെ പറയുക, അൻഫിഖൂ തൗഅൻ ഔ കർഹാ, നിങ്ങൾ സ്വമനസ്സാലെയോ അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടോ ഏത് നിരക്കും അവർ ചെലവഴിച്ചാലും ശരി, ലൻ യുതഖബ്ബല മിൻകും, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നക്കും കുൻതും ഖൗമൻ ഫാസിഖീൻ, നിങ്ങൾ ഫാസിഖുകളായ ജനതയാകുന്നു. നിഫാഖുള്ള ആളുകളോട് പറഞ്ഞിട്ടുള്ള മുനാഫിഖായ മനുഷ്യന്റെ അമല് അള്ളാഹു സ്വീകരിക്കുകയില്ല.
അള്ളാഹു അവരെ അവഗണിക്കും, വിസ്മരിക്കും. നമുക്കൊക്കെ അള്ളാഹു നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അള്ളാഹുവിനെ അനുഭവിച്ചറിയാവുന്ന അനുഭവങ്ങൾ പടച്ചു തമ്പുരാൻ ഇട്ട് തരും. പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു നമ്മെ പരിഗണിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ അബദ്ധ റൂട്ടിൽ പോകുമ്പോൾ നമ്മളെ അള്ളാഹു തടയും. അപകടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കും. അള്ളാഹുവിനാൽ പരിഗണിക്കപ്പെടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ. അള്ളാഹുവിനാൽ പരിഗണിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ ഏത് വൃത്തികേട് പോയാലും അവരത് ഭംഗിയായിട്ട് തോന്നുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് തടയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു അവരെ അവഗണിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്ന അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅദുഹും മിൻ ബഅദ്. മുനാഫിഖുകളും മുനാഫിഖാത്തുകളും ഒക്കെ പരസ്പരം ബന്ധമുള്ളവരാണ്, അവർ മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മുൻകർ, അവര് പരസ്പരം കൽപ്പിക്കുക തിന്മ കൊണ്ടാണ്. എന്തിനാ കൊടുക്കുന്നത്, എന്തിനാ പോകുന്നത്, എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ തിന്മയെ തടയുകയും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുക മുനാഫിഖുകൾ. പരസ്പരം തിന്മ കൊണ്ട് കൽപ്പിക്കും. പിന്നെ വയൻഹൗന അനിൽ മഅറൂഫ് എന്ന നന്മയിൽ നിന്ന് തടയുകയും ചെയ്യും. നന്മയിൽ നിന്ന് തടയുകയും ചെയ്യും, തിന്മക്ക് പരസ്പരം പ്രോത്സാഹനം നൽകുകയും ചെയ്യും മുനാഫിഖുകൾ. വയഖ്ബിദൂന ഐദിയഹും, അവര് അവരുടെ കൈകൾ പിടിച്ചു വെക്കും, നന്മ ചെയ്യാൻ സമ്മതിക്കില്ല, തിന്മക്ക് കൽപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല എന്നിട്ട് അള്ളാഹ് പറയാ നസുല്ലാഹ, അള്ളാഹു അവരെ വിസ്മരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു നമ്മെ വിസ്മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വൃത്തികേടുകളിലും തോന്നിവാസങ്ങളിലേക്കും നമ്മൾ പോയാലും റബ്ബ് നമ്മുടെ മുമ്പിൽ അതിൽ നിന്ന് തിരിഞ്ഞ് മടങ്ങി വരാവുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ടുതരൂല. ആ വഴിക്ക് തന്നെ തീർച്ചു വിടുക ചെയ്യാം. നേരെ മറിച്ച് അള്ളാഹു നമ്മെ അവഗണിച്ചിട്ടില്ല എങ്കിൽ, നമ്മെ പരിഗണിക്കുന്നു എങ്കിൽ, ഒരബദ്ധത്തിൽ നമ്മൾ ചെന്ന് പെട്ടുപോയാൽ പോലും നമുക്ക് തിരിഞ്ഞു നടക്കാനുള്ള മാർഗം റബ്ബ് മുമ്പിൽ നമുക്ക് കാണിച്ചു തരും. അത് അള്ളാഹുവിനാൽ പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നസുല്ലാഹു വനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. കപട വിശ്വാസികൾ അധർമ്മകാരികളാകുന്നു. പിന്നെ വിശ്വാസികളുടെ ദുആ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, വിശ്വാസികളുടെയും അള്ളാഹുവിൻ്റെയും പിന്നെ മലായിക്കത്തുകളുടെയും ഒക്കെ ശാപമേൽക്കുന്നവരായിരിക്കുന്നു വിശ്വാസികൾ. ഖുർആൻ പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടിയും. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നിഫാഖ് കാണിക്കുന്ന ആളുകൾ അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞുതരാം. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, അവർ നിസ്കരിക്കാൻ പാടില്ല. പിന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അത്തരത്തിലുള്ള വലിയ നിഫാഖിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മുസ്ലിം എന്നുള്ള നിലയ്ക്ക് മുസ്ലിമിന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ പലതും നിഫാഖായിട്ട് സംഭവിച്ചു പോകല്ലോ. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക ഓരോ മുസ്ലിമും. നേരെ മറിച്ച് പ്രത്യക്ഷത്തിൽ പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് മുനാഫിക്കുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത്തരം മുനാഫിക്കുകൾ മരണപ്പെട്ടു അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹ് പറയാ, ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്, അവർക്ക് അള്ളാഹിന്റെ ശാപം, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായികത്തി വന്നാസി അജ്മഈൻ, മലക്കുകളുടെയും ജനങ്ങളുടെ മുഴുവൻ ശാപം അവർക്കുണ്ട്. അള്ളാഹു ശപിക്കുന്നു, മലക്കുകൾ ശപിക്കുന്നു, വിശ്വാസികൾ മുഴുവൻ ശപിക്കുന്നു. ആ ശാപം പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. പ്രത്യക്ഷത്തിൽ നിഫാഖോടുകൂടി ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. റസൂലിനോട് പറയാം, താങ്കൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയാലും ശരി, ഇസ്തിഗ്ഫാർ തേടിയില്ലെങ്കിലും ശരി, അള്ളാഹ് പുറത്തു കൊടുക്കൂല. കാരണം അള്ളാഹിന്റെ ദീനിന് അത്ര വലിയ ഉപദ്രവമാണ് അവർ ചെയ്തിട്ടുള്ളത്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷ കൂടി അവർക്ക് വരും. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു വാഗ്ദത്തം നൽകി. വൽ കുഫാറ, സത്യനിഷേധികൾക്കും നാറ ജഹന്നം, നരകാഗ്നിയാണ് പകരം നൽകിയത്. ഖാലിദീന ഫിഹ, അവരതിൽ ശാശ്വതരായിരിക്കും. ഹിയ ഹസ്ബുഹും, അതവർക്ക് മതിയായതാണ്. വലഅനഹുമുല്ലാഹ്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വലഹും അദാബുൻ
മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ അവർക്ക് ഉണ്ടാവും, എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ശിക്ഷ അവർക്ക് ഉണ്ടാവുമെന്ന്. പരലോകത്തെത്തുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് കുതിച്ച് മുന്നേറുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച വിശ്വാസികളോട് ഈ കപടവിശ്വാസികൾ പറയുന്ന ഒരു സംഭാഷണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിൽ പറഞ്ഞിട്ടുണ്ട്. അത് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു, കപടവിശ്വാസികളും വിശ്വാസിനികളും വിശ്വാസികളോട് പറയും, ഉൻദുറൂന, ഞങ്ങളെ ഇങ്ങോട്ട് ഒന്ന് നോക്ക്, ഒന്ന് ഞങ്ങളെ പരിഗണിക്കുക എന്ന് പറയും. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് കിട്ടിയ ആ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ ഒന്ന് പകർത്തിയെടുക്കട്ടെ എന്ന് പറയും. ഖീല, അപ്പൊ ഈ വിശ്വാസികള് ഇവരോട് പറയപ്പെടും, മുനാഫിക്കുകളോട് പറയപ്പെടും, ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ, നിങ്ങൾ നിങ്ങളെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, എന്നിട്ട് അവിടെ പ്രകാശം അന്വേഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി, എന്നിട്ട് പ്രകാശം കിട്ടാവുന്ന വല്ലതും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇത് നമുക്കൊക്കെ ഓരോ മുഅ്മിനോടാണ് അള്ളാഹ് പറയുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് പരലോകത്തെത്തിയിട്ട് പ്രകാശം കിട്ടാവുന്ന രൂപത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടാവുന്ന രൂപത്തിൽ നമ്മളെടുത്ത് കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഇൽത്തമിസു വറാഅക്കും, നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഫൽതമിസു നൂറ, എന്നിട്ട് അവിടെ വല്ല വെളിച്ചം ഉണ്ടോ എന്ന് അന്വേഷിക്കേ. ഫദുരിബ ബൈനഹും ബിസൂരിൻ, അപ്പോൾ ഈ മുനാഫിഖുകൾക്കും വിശ്വാസികൾക്കിടയിൽ ഒരു മറയിടപ്പെടും. ലഹു ബാബുൻ, ആ മറക്ക് ഒരു കവാടമുണ്ട്. ബാത്തിനുഹു ഫീഹി റഹ്മ, അതിന്റെ ഉള്ളിൽ സുഖാനുഗ്രഹമായിരിക്കും. ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിന്റെ പുറത്ത് ശിക്ഷയായിരിക്കും. എന്നിട്ടോ യുനാദൂനഹും, അവരെ വിളിക്കും, ഈ വിശ്വാസികളെ കപടവിശ്വാസികൾ വിളിക്കും. അലം നക്കും മഅക്കും, ഞങ്ങളും നിങ്ങളൊപ്പം അല്ലായിരുന്നോ? നിങ്ങളെ കൂടെ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ഞങ്ങളും ഇല്ലായിരുന്നോ? നിങ്ങളെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങളും ഇല്ലായിരുന്നോ? ചോദിക്കും, അലം നക്കും മഅക്കും, നിങ്ങളോടൊപ്പം ഞങ്ങളും ഇല്ലായിരുന്നോ? കാലു, അവർ പറയും, ബല, ഇല്ലാതെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വലാകിന്നക്കും, പക്ഷേ ഫത്തൻതും അൻഫുസക്കും, നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കിയില്ലേ? ഞങ്ങളും മുഅ്മിനാന്ന് കാണിക്കാൻ വേണ്ടിയല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത്, ഞാനും മുസ്ലിമാന്ന് കാണിക്കാൻ വേണ്ടിയല്ല പെരുന്നാൾ നിസ്കരിച്ച്. നിങ്ങളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഈമാൻ ഉണ്ടായിരുന്നോ? നിങ്ങളതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയിരുന്നോ? അള്ളാഹ് ചോദിക്കുക, മുനാഫിക്കുകളോട് വിശ്വാസികൾ ചോദിക്കുന്നതായിട്ട് അള്ളാഹ് പറയാം. ഖാലു വലാകിന്നക്കും ഫതൻതും അൻഫുസക്കും, നിങ്ങൾ അപകടപ്പെടുത്തിയില്ലേ, ഫിത്നയിലാക്കിയില്ലേ. ഫതറബ്ബസ്തും, വിശ്വാസികൾക്ക് ദുനിയാവിന് പരീക്ഷണവും നാശവും വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ വർത്തപത്ത്, നിങ്ങൾ അള്ളാന്റെ ദീനിൽ സംശയാലുക്കളായിരുന്നു. വറത്തുക്കുമല്ല അമാനിയും, അങ്ങനെ ഒക്കെ കളിച്ചാലും പഠിച്ചോ നമ്മളങ്ങ് രക്ഷപ്പെടുത്തും എന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു നിങ്ങൾ. ഞാന് മുസ്ലിമാണെന്ന് കാണിക്കാൻ വേണ്ടി ആഴ്ചയിലൊരിക്കൽ ഒന്ന് പള്ളിയിൽ പോയി, പെരുന്നാളിലൊക്കെ ഒന്ന് കൂടി, അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അതിലൊക്കെ ഒന്ന് കൂടിക്കൊടുത്ത്, എന്നാൽ യഥാർത്ഥ മുസ്ലിം ആയിട്ടിട്ട് ജീവിച്ചതുമില്ല. അങ്ങനെ വരുമ്പോ അള്ളാഹ് പറയാ വറത്തുക്കുമുല്ല അമാനിയും, അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ അങ്ങ് കഴിച്ചിലാവുന്ന അവർ വിചാരിച്ചു. ആ വ്യാമോഹം അവരെ വഞ്ചിച്ചിരിക്കുന്നു. വറത്തുഹുമുൽ അമാനിയും ഹത്താ ജാഅ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ ഈ കാര്യം തീരുമാനം വരുന്നത് വരെ. ബില്ലാഹിൽ ഗറൂർ, നിങ്ങളെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ആ വഞ്ചകനായ പിശാച് വഞ്ചിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ആ വിശ്വാസികളായ ദീനിന്റെ ചർച്ചയിൽ നിരന്തരം പങ്കെടുക്കുന്ന, മുഅ്മിനായി ജീവിക്കുന്ന, ഇബാദത്തുകൾ നിർവഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരു കാപട്യവും വന്നു പോവാതെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരിശ്രമിക്കണം. വല്ല അബദ്ധങ്ങളും വീഴ്ചകളും നമ്മൾ ഓരോരുത്തരും വന്നു പോകുന്നുണ്ട്, അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ ഇഷ്ടദാസനായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മുടെ അടുക്കൽ വന്നു പോയിട്ടുള്ള ഞങ്ങളുടെ അടുക്കൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, യഖീനായ ഈമാനോടുകൂടെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകളുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. റബ്ബനാ ആതിനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله